300 നമ്മളെ സ്മാർട്ട് വാച്ചിനൊക്കെ 300 രൂപ വരുന്നത്. 5G ഇപ്പോൾ ഏകദേശം എത്ര റേറ്റ് എത്ര തന്നെ? 7,000 രൂപയ്ക്ക് ഫാസ്റ്റിൻ്റെ സ്പീക്കറിന് എന്നൊക്കെ പറഞ്ഞാൽ അതുണ്ട് വെറും 200 രൂപ അങ്ങനെയൊക്കെ വരുന്നുള്ളൂ കേട്ടോ. റേഞ്ച് ബോക്സ് പീസ്. ഓ ഇതിനിപ്പോൾ 200 13. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തിരൂർ ഗൾഫ് മാർക്കറ്റ്, മൊബൈൽ മാർക്കറ്റ് എന്നൊക്കെ അറിയപ്പെടുന്നൊരു മാർക്കറ്റിലാണ്. ഈ ഒരു മാർക്കറ്റ് ശരിക്കും ഇത് തന്നെയില്ല, നമ്മളെ തിരൂർ ബസ് സ്റ്റാൻഡിൻ്റെ നേരെ അടുത്ത് തന്നെയാണ്. അതായത് ബസ് സ്റ്റാൻഡിന് നേരെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ ഒരു മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോണുകളായാലും മൊബൈൽ ആക്സസറീസുകളായാലും ഇലക്ട്രോണിക്സുകളായാലും എല്ലാം തന്നെ വളരെ വിലക്കുറവ് കിട്ടുന്ന ഒരു മാർക്കറ്റാണിത്. അപ്പോൾ ഇന്ന് ചില മൊബൈൽ ഷോപ്പുകൾ മാത്രമേ ഇവിടെ ഓപ്പൺ ആയിട്ടുള്ളൂ. നിങ്ങൾ പെരുന്നാളിൻ്റെ തലേന്നായാലും അപ്പോൾ ചില ഷോപ്പുകൾ മാത്രമേ ഇവിടെ ഓപ്പൺ ആയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള മൊബൈൽ ആക്സസറീസ് കാര്യങ്ങളെല്ലാം തന്നെ വിൽക്കുന്നുണ്ട്. അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചേക്കാം. ഇവിടെയൊക്കെ ഡ്രസ്സ് കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ വിലക്കുറവാണ് കിട്ടുന്നത്. ഈ തിരൂർ മാർക്കറ്റ് പറഞ്ഞാൽ തന്നെ വളരെ വിലക്കുറവ് സാധനങ്ങളെല്ലാം എല്ലാതരം കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഇലക്ട്രോണിക്സ് മൊബൈൽ ഫോണുകളൊക്കെ വളരെ വിലക്കുറവാണ്, ரொம்ப വിലക്കുറവാണ് കിട്ടുന്നത്. വെള്ളിയാഴ്ചകൾ ഇവിടെ വെള്ളിയാഴ്ച മാർക്കറ്റ് ഉണ്ടാവും. ഇന്ന് വെള്ളിയാഴ്ച അല്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ഷോപ്പത്തെ ഇവിടുത്തെ അല്ല ചെറിയ ഷോപ്പത്തെ കാഴ്ചകളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ നമുക്ക് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പരമാവധി എല്ലാവരെയൊക്കെ ഷെയർ ചെയ്താൽ എത്തിച്ചു കൊടുക്കാൻ പറ്റില്ല. നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ചാനൽ കാണാൻ ആയിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാൻ പറ്റില്ല. നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പുതിയതായിട്ട് ഇവിടെ എന്തൊക്കെയാണ് വന്നിട്ടുള്ളത്? 500 രൂപേൻ്റെ പവർ ബാങ്കില്ലേ? 6 മാസം വാറൻറ്റിയോട് കൂടിയുള്ള പവർ ബാങ്ക്. ഇത് എത്ര പറഞ്ഞേ? എത്ര വെച്ചാണിത്? 10,000 വെച്ച്. JBL ബ്ലൂടൂത്ത് സ്പീക്കർ. ഇതിനൊക്കെ എത്ര റേറ്റ് ആണ് വന്നിട്ടുള്ളത്? ഇതിന് 200 രൂപ അല്ലേ? ഓ അപ്പോൾ ഈ ഒരു ബ്ലൂടൂത്തിൻ്റെ സ്പീക്കറിനെന്നൊക്കെ പറഞ്ഞാൽ അതുണ്ട് വെറും 200 രൂപ അങ്ങനെയൊക്കെ വരുന്നുള്ളൂ കേട്ടോ. ഓ ഈ എയർപോർട്ടിനൊക്കെ 350 രൂപ അല്ലേ? 350 രൂപയ്ക്ക് കണ്ട ഈ എയർപോർട്ടൊക്കെ കിട്ടുന്നുണ്ടല്ലേ. പിന്നെ എന്താ വന്നിട്ടുള്ളൂ? അപ്പോൾ ഈ ഹെഡ്സെറ്റിന് 100 രൂപ. ഹെഡ്സെറ്റൊക്കെ 100 രൂപയ്ക്ക് തന്നെയാണ്. കുറഞ്ഞുണ്ട്, ഇതിന് കുറഞ്ഞുണ്ടോ? 50 രൂപേൻ്റെ ഹെഡ്സെറ്റ് ഇതാട്ടോ. അതെ ഇവിടെ കാണുന്നതൊക്കെ 50 രൂപേൻ്റെ ഹെഡ്സെറ്റ് കേട്ടോ. ഇതിന് 200. ഓ ഇതിനിപ്പോൾ 200 അല്ലേ? അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഓൺലൈനിൽ അയച്ചു കൊടുക്കൂലേ? ഇതൊക്കെ ഓൺലൈനിൽ കിട്ടി. ഇതിനൊക്കെ 200 തന്നെയുള്ളൂ. 200 അല്ലേ? ഓ ബ്ലൂടൂത്തിൻ്റെ വലിയ സ്പീക്കർ അല്ലേ? എത്ര? 500 രൂപ. 500 രൂപയാണല്ലേ ഇത് വരുന്നിപ്പോൾ റേറ്റ് പറഞ്ഞാൽ? ഇതിന് 500 കേട്ടോ കിട്ടുന്നത്. അതേമാതിരി ഇവിടെ കാണുന്ന ഹെഡ്സെറ്റ് കാര്യങ്ങളൊക്കെ 50 രൂപ അല്ലേ? ഉണ്ടോ? ഇതൊക്കെ കണ്ടില്ല 50 രൂപ ഒക്കെ ആയിട്ട് വരുന്നുള്ളൂ. ഉണ്ടോ? അടുത്തെല്ലാം 50 തന്നെ വരുന്നുള്ളൂ. പിന്നെ ഇതെന്താ? 150 രൂപയ്ക്ക് സോളാറിൻ്റെ ലൈറ്റ് ഇല്ലേ? 200 അല്ലേ? ഇതിനൊക്കെ 200 രൂപ. പിന്നെ ഡിമ്മറിന് പറഞ്ഞാൽ വാച്ചിന് 300 അല്ലേ? നമ്മളെ സ്മാർട്ട് വാച്ചിനൊക്കെ 300 രൂപ വരുന്നത്. അതേമാതിരി സ്മാർട്ട് വാച്ചിൻ്റെ സ്ട്രാപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനൊക്കെ എത്ര തന്നെ? 50 രൂപ അല്ലേ? അതെ ഇതെല്ലാം തന്നെ 50 രൂപ. ഈ മൈക്കിന് എത്ര വരുന്നത്? മൈക്കിന് നോക്കുകയാണെങ്കിൽ 350 രൂപ കേട്ടോ. ഇതിനെത്ര വരുന്നത്? 200 രൂപ. ഇതിനൊക്കെ വളരെ വിലക്കുറവാണ് കിട്ടുന്നുണ്ട്. 200 രൂപ അങ്ങനെയൊക്കെ വരുന്നുള്ളൂ. ഇതിനങ്ങനെ വരുന്നത് 200 രൂപ. ഇതിന് നോക്കുകയാണെങ്കിൽ 200 രൂപ അല്ലേ? ഓ ഇതിന് 300 രൂപ. കേബിളിന് 50 രൂപ. നമ്മളെ ചാർജിങ് കേബിളിന് 50. അപ്പോൾ ഇവിടെ കാണുന്ന ഈ മൈക്കിന് 100 രൂപ വരുന്നുള്ളൂ അല്ലേ? ഇതിപ്പോൾ ബ്ലൂടൂത്തിലൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ബ്ലൂടൂത്തിലൊക്കെ കണക്കാൻ പറ്റിയ മൈക്ക് കാര്യങ്ങളാണ് കേട്ടോ. കേട്ടോ പിന്നെ ഇവിടെ എന്തൊക്കെയാണ് വന്നിട്ടുള്ളത്? ഡ്രിമ്മർ കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ഡ്രിമ്മർ തന്നെയല്ലേ? 200 രൂപ. ഇതിന് എല്ലാത്തിനും 200 തന്നെ വരുന്നത്. 200 തന്നെ അല്ലേ? പിന്നെ ഇവിടെ കാണുന്ന ഈ പവർ ബാങ്കൊക്കെ ആണ് വന്നിട്ടുള്ളത്. ഇതൊക്കെ കാണുന്നിട്ടുള്ളത് 300 രൂപേൻ്റെ പവർ ബാങ്ക് ആണല്ലേ കാണുന്നത്? 10,000 mAh പവർ ബാങ്ക് 300 രൂപ. പിന്നെ അതുപോലെ ഇവിടെ വരുന്ന ഈ മൈക്ക് കാര്യങ്ങളൊക്കെയാണ് 500 രൂപ. ഇത് ഫുൾ സെറ്റ് അടക്കമാണ് 500 പറഞ്ഞ്. ആ നിങ്ങളെ കയ്യിലുള്ള ഇതാണെങ്കിലോ
ഇതിനാണെങ്കിൽ ഇപ്പോൾ 500 രൂപ വരുന്നില്ലേ? ഇതിന് 500 കേട്ടോ. പിന്നെ ഈ ഒരു മൈക്കിൻ്റെ കാര്യത്തിന് ഇപ്പോൾ എങ്ങനെ റേറ്റ് വരുന്നത്? 200 രൂപ അല്ലേ? നമ്മളങ്ങനെ തിരൂർ മാർക്കറ്റിൻ്റെ ഉള്ളിലല്ലേ ഒരു മൊബൈൽ ഷോപ്പിലേക്ക് അങ്ങനെ എത്തിക്കാണ്ടോ. ഇവിടുത്തെ അറിയില്ല ഒരുപാട് മൊബൈൽ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കണ്ടില്ലേ വിലക്കുറവ് കിട്ടുന്നതാണ്. ഇവരെ നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കുന്നതായിരിക്കും. നമ്മൾ ജസ്റ്റ് ഇവരോടൊന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. ഇപ്പോൾ ഇവിടെ വന്നിട്ട് എല്ലാം തന്നെ യൂസർ മൊബൈൽസ് ആണല്ലേ? യൂസർ മൊബൈൽസ്. ഇവിടെ യൂസർ മൊബൈൽസ് നിങ്ങൾ ഇവിടുന്ന് വാങ്ങുകയാണെങ്കിൽ ചെക്കിംഗ് വാറൻറ്റി എന്തെങ്കിലും കൊടുക്കും? ചെക്കിംഗ് വാറൻറ്റി കൊടുക്കുന്നുണ്ട്. എത്ര? ഇവിടെ 1 വീക്ക് മുതൽ 3 മന്ത്സ് വരെ നമ്മൾ ചെക്കിംഗ് വാറൻറ്റി കൊടുക്കുന്നുണ്ട്. അതായത് ഒരാഴ്ച മുതൽ 3 മാസം വരെയുള്ള ചെക്കിംഗ് വാറൻറ്റി കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടല്ലേ? ഇവിടെ മെയിനായിട്ട് ഇപ്പോൾ എല്ലാ കമ്പനിയുടെ ഫോൺസും വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സ്റ്റാർട്ടിങ് റേഞ്ച് കാണുന്നുള്ളത് സ്റ്റാർട്ടിങ് റേഞ്ച് 1500 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. 1500 രൂപ മുതൽ ആൻഡ്രോയിഡ് ഫോൺ ഉണ്ട്. ആൻഡ്രോയിഡ് ഫോണ് അതിപ്പോൾ 1500 രൂപേൻ്റെ ഏതാണെന്ന് ജസ്റ്റ് നമുക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഹുവായുടെ ഈ സെറ്റാണല്ലോ. ഇപ്പോൾ ഈ 1500 രൂപ പറഞ്ഞാൽ ഉണ്ടോ അത്യാവശ്യം നല്ല വർക്കിംഗ് കണ്ടീഷന് കാര്യങ്ങളൊക്കെ ഉണ്ടോ? അതുണ്ടോ ഇവരെ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇവരെ വിളിക്കുക. പിന്നെ എന്താണ് വന്നിട്ടുള്ളത്? ഇത് വരുന്നുണ്ട്. ഇതിപ്പോൾ സാംസങ്ങിൻ്റെ അല്ലേ? സാംസങ്ങിന് വരുന്നുണ്ട്. പിന്നെ അതിന് കൂടുതൽ ഐറ്റംസ് വരുന്നുണ്ട്. സാംസങ് വരുന്നുണ്ട്. സ്വിച്ച് ഫോൺ വരുന്നുണ്ട്. സ്വിച്ച് ഫോൺ ഇപ്പോൾ എങ്ങനെ വന്നിട്ടുള്ളത്? ഇത് വരുന്നുണ്ട് ഐറ്റംസ്. ഈ കാരണമൊക്കെ വരുന്നു. 800-700 രൂപയുടെ ഒക്കെ ഉണ്ട്. 700 രൂപയുടെ ഒക്കെ ഫോണിലെ. പിന്നെ വരുന്നത് 5G വരുന്നുണ്ട്. 5G സ്മാർട്ട് ഫോണുകൾ. 5G സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. റെഡ്മിയുടെ 5G വരുന്നുണ്ട്. റെഡ്മിയുടെ 5G ഇപ്പോൾ ഏകദേശം എത്ര റേറ്റ് എത്ര തന്നെ? ഇതിലേക്ക് 7000 രൂപ വരുന്നുണ്ട്. 7000 രൂപയ്ക്ക് 5G മൊബൈൽസിലെ 128 GB വരുന്നുണ്ട്. 128 5000 വെച്ച് ബാറ്ററി കാര്യങ്ങളൊക്കെ വരും. 5000 വെച്ച് ബാറ്ററി കാര്യങ്ങളുള്ള 5G മൊബൈൽസ് വെറും 7000 രൂപക്കാണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ കാണുന്ന ഈ ഓപ്പോ അല്ലേ? ഓപ്പോ എങ്ങനെ വന്നിട്ടുള്ളത്? ഓപ്പോക്കെ 4500 വരുന്നത്. 4500 അത് 5G തന്നെയാണ്. ഇപ്പോൾ അത് 4G ആണ്. 256 GB ഉണ്ടോ? ഓ പിന്നെ വന്നിട്ടുള്ളത് ഇവിടെ ഐഫോൺ കാര്യങ്ങളൊക്കെ ഐഫോൺ വരുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ സ്റ്റോക്ക് വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. വേറെ ഷോപ്പുകളുണ്ട്. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏത് ഐറ്റമാണ് വേണമെന്ന് പറഞ്ഞാൽ മതി. അവിടെ നിന്ന് എത്തിച്ചേരുമല്ലേ? അപ്പോൾ നമ്മൾ ഈ ഐഫോണിൻ്റെ റേറ്റ് കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള എന്ത് പ്രൈസാണോ ആ പ്രൈസിലുള്ള ഫോൺ ഇവിടെ എക്സ്ചേഞ്ച് എടുക്കുമോ? എക്സ്ചേഞ്ചിൽ എടുക്കുമല്ലോ മൊബൈൽ. അതിനായിട്ടുള്ള ചെറിയൊരു എമൗണ്ട് വെച്ചിട്ട് നമ്മൾ അങ്ങനെ ഒരു മാറ്റി നമുക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ ഐഫോണിലൊക്കെ സ്റ്റാർട്ടിംഗ് റേഞ്ച് ഇപ്പോൾ ഏകദേശം എത്ര കയറാം? ഐഫോണിൽ നമുക്കൊരു 2.5 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. 2500 രൂപ മുതൽ ഐഫോൺ ഉണ്ട്. ഇവിടെ എല്ലാം വന്നത് ഇതിപ്പം ബോക്സ് പീസ്. ഇതിപ്പോൾ സാംസങ്ങിൻ്റെ ആണല്ലേ? ബോക്സ് പീസ് വരുന്നത്. അത് 29 രൂപ വരും. വിത്ത് വാറൻറ്റി അടക്കും. വിത്ത് വാറൻറ്റി അടക്കം. പുതിയ പീസാണല്ലേ? വേറെ ഉണ്ട് പീസുകൾ വേറെ ഉണ്ട്. പീസുകൾ വേറെ ഒരുപാട് കാണിക്കാനുണ്ട്. അതായത് ഇത് വാറൻറ്റി പീസാണല്ലോ വന്നിട്ടുള്ളത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതെല്ലാം നമ്മൾ ചെക്ക് വാറൻറ്റി കൊടുക്കുന്നത്. അതിന് ചെക്ക് വാറൻറ്റി 3 മന്ത്സ് വരെ ചെക്ക് വാറൻറ്റി കാര്യങ്ങളെല്ലാം തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്നിട്ടുള്ള ഈ റെഡ്മിയുടെ സെറ്റ് റെഡ്മിയുടെ 5G ആണ്. 5G ആണല്ലേ? 5G ഒക്കെ വരും. ഇതെല്ലാം തന്നെ 5G. അതിൻ്റെ റേറ്റ് ഏകദേശം 10000 രൂപയുടെ താഴത്തേക്ക് വരുന്നു. 10000 രൂപയുടെ താഴെ. പിന്നെ ഇവിടെ വന്നിട്ടുള്ള നാർസോ അല്ലേ? അതിനെത്ര? നാർസോനൊക്കെ 4500 ആ ലെവലിലാണ്. 4500 ആ റേഞ്ചിലൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഓണർ നോക്കുകയാണെങ്കിൽ ഈ അറ്റത്ത് കിടക്കുന്ന ഓണറിൽ വരുന്നുണ്ട് 2500 സ്റ്റാർട്ടിംഗ് ഉണ്ട്. 2500 സ്റ്റാർട്ടിങ്ങില്ലേ? ഇവിടെ എല്ലാം കണ്ടില്ലേ? വളരെ വിലക്കുള്ള ആട്ടങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ കിട്ടുന്ന എല്ലാം തന്നെ ഉണ്ടോ? ഇതിപ്പോൾ ഏതാ എക്സസ് ആണോ? എക്സ്. അതിനിപ്പോൾ എത്ര റേറ്റ്? ഓൾറെഡി ഇപ്പോൾ നമ്മൾ വില പറഞ്ഞു വെച്ച് പോയതാണ്. അവർ അഡ്വാൻസ് തന്നാണല്ലേ? ഗ്ലാസ് ഡാമേജ് ആയിട്ടുണ്ട്. ഡാമേജ്. അതിൻ്റെ വില കൂടി കുറച്ചുണ്ടല്ലേ സെയിൽ ചെയ്യണേ? ബില്ലും കാര്യങ്ങളൊക്കെ കൊടുക്കും. ഒരാഴ്ച 2 ആഴ്ച 3 ആഴ്ച നമുക്ക് അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കും. സെൽട്ടൺ പറഞ്ഞൊരു മൊബൈൽ ഷോപ്പിലേക്കാണ് എത്തിക്കുകയാണ്. ഇവിടെ ആണെങ്കിൽ തന്നെ ധാരാളം മൊബൈൽ ഫോൺ ഉണ്ട് കേട്ടോ. അതായത് ഇതിൻ്റെ റേറ്റും കാര്യങ്ങൾ എങ്ങനെയൊക്കെ നമുക്ക് ചോദിച്ചു നോക്കാം. അപ്പോൾ ഇവിടെ എന്നിട്ട് യൂസർ മൊബൈൽസ് അല്ല അധികം വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് ഒരു മൊബൈൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ചെക്കിംഗ് വാറൻറ്റി എങ്ങനെ കൊടുക്കും? ചെക്കിംഗ് വാറൻറ്റി ഒക്കെ കൊടുക്കും. എത്ര ദിവസം ഉണ്ടാവും? ഒരാഴ്ചയൊക്കെ ചെക്കിംഗ് വാറൻറ്റി ഉണ്ടാവും. അപ്പോൾ ഇവിടെ സെയിലല്ലാതെ വേറെ സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? ആക്സസറീസ് ഉണ്ട്. ലാമിനേഷൻ അല്ലേ? മൊബൈലിൻ്റെ ലാമിനേഷൻ സ്റ്റിക്കറുകളില്ലേ? അതല്ലേ ഇവിടെ കാണുന്ന എല്ലാം തന്നെ? ഇപ്പോൾ ഇവിടെ കാണുന്ന എല്ലാം ഇപ്പോൾ ലാമിനേഷൻ സ്റ്റിക്കറുകളാണ് കേട്ടോ. അതേമാതിരി പൗച്ച് കാര്യങ്ങൾ മറ്റ് ആക്സസറീസ് കാര്യങ്ങളെല്ലാം തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം ഇവിടുത്തെ മൊബൈലിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചു നോക്കാം. ഇപ്പോൾ ഇവിടെ യൂസർ മൊബൈൽസ് ആണല്ലോ എല്ലാം വന്നിട്ടുണ്ട്. ഫ്രഷ് ഒന്നുണ്ടോ? ഫ്രഷ് സ്റ്റോക്ക് കുറവാണ്. സ്റ്റോക്ക് കുറവാണല്ലേ?
അപ്പോൾ അങ്ങനെ റേറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെ? യൂസർ മൊബൈല് 3 രൂപ മുതലുണ്ട്, 3-4 രൂപ മുതലൊക്കെ കണ്ടില്ലേ? 5G മൊബൈൽസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 7-8 ഒക്കെ വരില്ലേ? ആ, ഈ ബോക്സ് 6000 7000, 5G ആണെങ്കിൽ 9. ഈ റിയൽമി 12 എങ്ങനെയാണ്? 12X ഇതൊക്കെ ഒരു 12500. 12500 അല്ലേ? അപ്പോൾ എത്ര GB-ൻ്റെ? അത് 6ഉം 128. 6 128 അല്ലേ? പിന്നെ അതേമാതിരി റെഡ്മിൻ്റെ റെഡ്മി 12 5G ഉണ്ട്. ഇതൊക്കെ ഒരു 12 രൂപ റേഞ്ചിലാണ്. 12 രൂപ റേഞ്ച്. ഓൺലൈനെക്കാട്ടി 500 ഒക്കെ കുറയും. ബോക്സ് പീസാണല്ലോ ഇവിടെ. ബോക്സ് ഇത് 1 ഇയർ വാറണ്ടി ഉള്ള പൊട്ടിക്കാത്ത പീസ്. ആ, പിന്നെ അതേമാതിരി വിവോൻ്റെ ഉണ്ട്, ഓപ്പോ വിവോ T3X ഉണ്ട്. 15 രൂപ ഉണ്ടാവും ഓൺലൈനിൽ. ഇവിടെ ഒരു 14 രൂപ 1000 രൂപ കുറവുണ്ടാവും. ഐഫോൺ ഉണ്ടോ ഇവിടെ? ഐഫോൺ സ്റ്റോക്കില്ല. ഐഫോൺ ഇപ്പോൾ സ്റ്റോക്കില്ലല്ലേ? ഇപ്പോൾ അങ്ങനെ ഇവിടെ വന്നിട്ട് അങ്ങനെ അങ്ങനെ ഏകദേശം റേറ്റ് കാര്യങ്ങൾ ഇത് വിവോ ഒക്കെ ഉണ്ട്. ഇതൊക്കെ 5G മൊബൈലാണ്. ഇതൊക്കെ 7500, 8500, 8500 പല റേഞ്ചുണ്ട്. സാംസങ് ഉണ്ട് 7 രൂപ 5G. പിന്നെ ഇങ്ങനത്തെ ഫോണുകൾ 3-500 പല റേഞ്ച്. 4-500. 5G ഒക്കെ ഒരു 7 രൂപ 6 രൂപ സ്റ്റാർട്ടിങ്ങിലുണ്ട്. ഇവിടെ എക്സ്ചേഞ്ച് ഓഫർ അങ്ങനത്തെ പഴയ ഫോൺ എടുത്തിട്ട് എക്സ്ചേഞ്ച് അടിക്കല്ലേ? ഇവിടെ വിവോൻ്റെ ഈ സെറ്റിനൊക്കെ ഏകദേശം എത്ര വന്നിട്ടുള്ളത്? അതൊക്കെ ഒരു 6 രൂപ 6 രൂപ. ഈ പോപ്പോൻ്റെ അങ്ങനെ 6-6.5. ആ, പിന്നെ റെഡ്മിൻ്റെ 5G ആണല്ലോ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 5G 8-8.5 ആ റേഞ്ചിൽ തന്നെ എല്ലാം തന്നെ ഉണ്ട് കണ്ടോ. അപ്പോൾ ഇവരെ കോൺടാക്റ്റ് ഉള്ള നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തിരൂർ മാർക്കറ്റിലേക്ക് വരുന്നവരാണെങ്കിൽ ജസ്റ്റ് ഇവരൊന്ന് കോൺടാക്ട് ചെയ്യുക കണ്ടോ. ഏകദേശം റേറ്റ് വരുന്നത് 9 രൂപ അല്ലേ? ഇതിന് ചെക്കിങ് വാറണ്ടി കാര്യങ്ങളൊക്കെ എല്ലാം തന്നെ ഉണ്ട്. ആ, ഇത് ഇവരെ ഷോപ്പ് തന്നെ ഉണ്ടോ കണ്ടോ. ഇവരെ ഷോപ്പ് തന്നെയാണ് ഇത് വന്നിട്ടുള്ളത്. ഒരാഴ്ചത്തെ വാറണ്ടി കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. പിന്നെ വേറെ ഏതാ വന്നിട്ടുള്ളത് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ? ഇതൊന്നും അധികം യൂസ് ചെയ്യാത്ത മൊബൈൽസ് ആണല്ലേ? ആ, വിവോൻ്റെ ഉണ്ട്. അതേമാതിരി ഇതിപ്പോൾ ഏതാ? വിവോൻ്റെ തന്നെ അല്ലേ? വിവോൻ്റെ അല്ലേ? 11. ഓ, 11 രൂപേൻ്റെ വില റേറ്റ് തന്നെ. ഈ OnePlus-ൻ്റെ ഒക്കെ വരുന്നത് 14 അപ്പോൾ എത്ര GB-ൻ്റെ? അത് 256 അല്ലേ? ഈ നാർസോൻ്റെ ഈ സെറ്റോ? ആ സെറ്റൊക്കെ 8-500 ആ റേഞ്ച് വരില്ലേ? പിന്നെ ഓപ്പോൻ്റെ ഇത് ഓപ്പോൻ്റെ അത് 12 രൂപ ആ റേഞ്ച്. പിന്നെ 21. പിന്നെ റിയൽമി ഉണ്ട്, അതേ പോക്കോ ഉണ്ട്. പിന്നുണ്ട് 8GB 128 LED ഡിസ്പ്ലേ അല്ലേ? ആ, ഇതിനെത്ര ഇത് 7 രൂപ അല്ലേ? 828. പിന്നെ അതേമാതിരി എല്ലാ കമ്പനിൻ്റെ ഏകദേശം മൊബൈൽസ് ഇപ്പോൾ ഐഫോൺ ഇവിടെ ഉണ്ടോ? അപ്പോൾ ഐഫോൺ ഉണ്ട്, ആവശ്യക്കാർക്ക് കൊണ്ടു കൊടുക്കില്ല. ഏതാ മോഡല് കണ്ടു പറഞ്ഞാൽ എത്തിച്ചു കൊടുക്കില്ലേ? ഈ OnePlus-ന് എത്ര തന്നെ? OnePlus-ന് 13 അല്ലേ? അതേമാതിരി ഈ റെഡ്മിൻ്റെ ഈ മോഡലും അത് 7 രൂപ. ഇത് 5G ആണ് അപ്പോൾ 4G ആണല്ലേ? ഇതിന് ശേഷം അങ്ങനെ തന്നെ OnePlus-ൻ്റെ 13 അല്ലേ?